എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലേൺ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ HSF ഫിസിക്കൽ സയൻസിന്റെ സിലബസ് ബ്രേക്ക് ഡൗൺ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ സയൻസിന്റെ നിലവിലെ നിയമന നില തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമോ എന്ന് എനിക്ക് ഒന്ന് രണ്ട് സജഷൻസ് ഞാൻ കണ്ടിരുന്നു. അങ്ങനെയാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് നടന്ന ഫിസിക്കൽ സയൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം 084/2018, അതായത് 2018 നടന്ന ഫിസിക്കൽ സയൻസ് HSA എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. അതായത് ഒരു ആൻസർ കീ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ചോദ്യങ്ങൾ, അതായത് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലെ ഓരോ ചോദ്യങ്ങളുടെയും സോഴ്സസ്, അതുപോലെ തന്നെ അവരുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, അത് ഞാൻ തുടർന്നുള്ള വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊരു പാർട്ട് ബൈ പാർട്ട് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ചോദ്യങ്ങളുടെ വിശകലനം തുടർന്നുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു 2018 നടന്ന എക്സാമിന്റെ ആൻസർ കീ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. Question number 1. Identify the famous activist of Kerala Mahila Desha Sevika Sangh who participated in the disobedient movement. Option A. Lalita Prabhu. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. HSC ഫിസിക്കൽ സയൻസിന് ഇവിടെ കാണുന്നത് പോലെ 100 മാർക്കാണുള്ളത്. അതിൽ ആദ്യത്തെ 20 മാർക്കിനുള്ള ചോദ്യം ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുന്നത്. അവിടെ GK, അതുപോലെ തന്നെ കറണ്ട് അഫെയർ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു 20 മാർക്കിന് ചോദിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത 80 മാർക്കിൽ 40 മാർക്ക് ഫിസിക്സിൽ നിന്നും 40 മാർക്ക് കെമിസ്ട്രിയിൽ നിന്നും ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം മലയാളത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്ക് ഇസ് നോട്ട് റിട്ടൺ ബൈ സ്റ്റീഫൻ ഹോക്കിംഗ്? ഓപ്ഷൻ ഡി, ട്രയംഫ് ഓഫ് ട്രൂത്ത്. The first country in the world to ban deforestation is Norway. Question number 4. Who founded Sadhujana Paribalana Sangham? Option A, Ayangali. Who started Shivayogi Vilasam magazine? Option C, Vagbhadananda. Question 6. Which country in the world that first introduced the GST? Option C, France. Richard H. Taylor got Nobel Prize in 2017 for the contribution in the field of economics. ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2017 നോബൽ പ്രൈസിനെ കുറിച്ചിട്ടാണ്. അതായത് ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. 2018 നടന്ന എക്സാം ആണ്. അപ്പൊ 2017 ചോദിച്ചിട്ടുള്ളത് ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഓഫ് സാർക്ക് ഇസ് ലൊക്കേറ്റഡ് അറ്റ് ഓപ്ഷൻ ഡി, കാഠ്മണ്ഡു. Question 9. In which year Swami Vivekananda started the Ramakrishna Mission? Option A, 1897. Question number 10. Netaji Subhash Chandra Bose International Airport is located at option C, Kolkata. Question 11. Which has the first Indian metro to get a floating market? Option B, Kolkata. Question 12. Who called the Srinarayana Guru second Buddha? Option D, G. Shankaragurupal. Question 13. In which year Yogakshema Sabha was started? Option A, 1908. Question 14. The first Prime Minister who visited Israel? Option D, Narendra Modi. Again, a current affair related question. Question 15. Which country's Prime Minister has inaugurated the third edition of the geopolitical conference Raisina Dialogue 2018? Option B, Israel. Question number 16. Dash is a scaled down teaching encounter in class size and class time. Micro teaching. Option C. 17. Dalton plan was developed by Dash in 1920. Option B, Helen Parkhurst. Question 18. According to Dash, learning is an active process in which learners construct new ideas based upon their current and past knowledge. Option C, Brunner. Question 19. Dash is concerned with pupils' entry-level performance. Option A, placement evaluation. Question 20. Dash is a general statement which establishes a relationship between at least two concepts. Option D, principle. Next, physics and chemistry questions ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മലയാളത്തിലായിരിക്കും ഉണ്ടാവുന്നത്. Question 21. ഒരു ലോറിക്കും ഒരു സൈക്കിളിനും ഒരേ ഗതികോർജ്ജമാണ് ഉള്ളത്.
ഏതിനാണ് ആക്കം കൂടുതൽ? ഓപ്ഷൻ സി ലോറി. 22-ാം ചോദ്യം, ചന്ദ്രനിലെ പാലായന പ്രവേഗം എത്രയാണ്? അതായത് എസ്കേപ്പ് വെലോസിറ്റി. ഓപ്ഷൻ ഡി 2.38 km/s. 23-ാമത്തെ ചോദ്യം, ഒരു സ്പ്രിങ്ങിന്റെ ഒരറ്റം ഉറപ്പിച്ചിരിക്കുകയും മറ്റേ അഗ്രത്തിൽ 4 കിലോഗ്രാം തൂക്കിയിട്ടിരിക്കുന്നു. സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1 Nm/m ആണ് എങ്കിൽ ഈ ലോഡഡ് സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ പീരീഡ് എത്രയാണ്? ഓപ്ഷൻ ബി 4π സെക്കൻഡ്. 24-ാമത്തെ ചോദ്യം, ഭൂമിയുടെ ആരം ഇപ്പോഴത്തതിന്റെ 2 ഇരട്ടിയായാൽ പുതിയ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എത്രയായിരിക്കും? ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷനിലില്ല. PSC തന്നിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആയിരുന്നു. 25-ാമത്തെ ചോദ്യം, 480 ഹെർട്സും 482 ഹെർട്സും ഉള്ള 2 ട്യൂണിംഗ് ഫോർക്കുകൾ ഒരേ സമയത്ത് കമ്പനാവസ്ഥയിൽ ആയാൽ അവിടെ ഉണ്ടാകുന്ന ബീറ്റിന്റെ ആവൃത്തി എത്രയാണ്? ഓപ്ഷൻ എ 2. 26-ാമത്തെ ചോദ്യം, ഷിയർ മോഡുലസിന്റെ സമവാക്യം. ഓപ്ഷൻ സി G = F/A θ. 27-ാമത്തെ ചോദ്യം, നമ്മൾക്ക് ബീച്ചിലെ നനഞ്ഞ പ്രതലത്തിൽ കൂടി എളുപ്പം നടക്കാൻ സാധിക്കുന്നു. കാരണം? ഓപ്ഷൻ സി ജലകണികകളുടെ എക്സസ് ഓഫ് പ്രഷർ കൂടുതലാണ്. 28-ാമത്തെ ചോദ്യം, പ്ലാറ്റ്ഫോമിലേക്ക് സമവേഗത്തിൽ വരുന്ന ഒരു ട്രെയിനിനും ട്രെയിനിന്റെ അടുത്തേക്ക് പ്ലാറ്റ്ഫോമിൽ കൂടി വരുന്ന കുട്ടിയെയും കണക്കിലെടുത്താൽ ട്രെയിനിന്റെ എഞ്ചിന്റെ വിസിലിന്റെ ആവൃത്തി കുട്ടിക്ക് എങ്ങനെ തോന്നും? ഓപ്ഷൻ ബി കൂടുന്നു. 29-ാമത്തെ ചോദ്യം, സോഡാ കുപ്പി തുറക്കുമ്പോൾ സോഡാ വെള്ളത്തിലൂടെ വായു കുമിളകൾ മുകളിലേക്ക് പോകുന്നതിന് കാരണം അവയുടെ ടെർമിനൽ വെലോസിറ്റി. ഓപ്ഷൻ ബി നെഗറ്റീവ് ആണ്. 30-ാമത്തെ ചോദ്യം, ഭൂമിയെ അപേക്ഷിച്ച് 0.9 c പ്രവേഗത്തിൽ പോകുന്ന ബഹിരാകാശ വാഹനത്തിൽ അതിന്റെ ആക്സിസിന് സമാന്തരമായി 6 ഫീറ്റ് നീളമുള്ള ഒരാൾ കിടക്കുകയാണെങ്കിൽ അയാളുടെ നീളം ഭൂമിയിൽ നിന്ന് കണക്കാക്കുമ്പോൾ എത്രയായിരിക്കും? ഓപ്ഷൻ സി 2.6 ഫീറ്റ്. 31-ാമത്തെ ചോദ്യം, ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക്കിന് ഉദാഹരണം. ഓപ്ഷൻ ഡി ഓക്സിജൻ. 32-ാമത്തെ ചോദ്യം, ഒരു ചെമ്പു കമ്പിയുടെ പ്രതിരോധം 10 ഓം ആണെങ്കിൽ അതിന്റെ നീളം 2 ഇരട്ടിയാക്കുമ്പോൾ പുതിയ പ്രതിരോധം. ഓപ്ഷൻ എ 40 ഓം. 33-ാമത്തെ ചോദ്യം, ഒരു സൈക്ലോട്രോണിന്റെ പിരീഡിന്റെ സമവാക്യം. ഓപ്ഷൻ എ T = 2πm/qb. 34-ാമത്തെ ചോദ്യം, ഒരു കപ്പാസിറ്ററിൽ കൂടി AC ഒഴുകുമ്പോൾ കറന്റും വോൾട്ടേജും തമ്മിലുള്ള ഫേസ് വ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ ബി കറന്റ് വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി മുൻപിൽ. 35-ാമത്തെ ചോദ്യം, സോഫ്റ്റ് അയണിനെയും സ്റ്റീലിനെയും പരിഗണിക്കുമ്പോൾ അവയുടെ റിറ്റന്റിവിറ്റി തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ സി സോഫ്റ്റ് അയണിനാണ് കൂടുതൽ റിറ്റന്റിവിറ്റി സോഫ്റ്റ് അയണിനാണ് ഉള്ളത്. 36-ാമത്തെ ചോദ്യം, ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ. ഓപ്ഷൻ ഡി 0.48. 37-ാമത്തെ ചോദ്യം, കോമൺ ബേസ് കോൺഫിഗറേഷൻ CB കറന്റ് ഗെയിൻ 0.99 ആയാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറന്റ് ഗെയിൻ എത്രയാണ്? ഓപ്ഷൻ ഡി 99. 38-ാമത്തെ ചോദ്യം, കോൾപിറ്റ് ഓസിലേറ്ററിന്റെ പ്രവർത്തന ആവൃത്തിയുടെ സമവാക്യം. F = 1/2π√LC. അതാണ് ഉത്തരം. 39-ാമത്തെ ചോദ്യം, സെനർ ഡയോഡിന്റെ ഉപയോഗം. ഓപ്ഷൻ ബി വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. 40-ാമത്തെ ചോദ്യം, ഒരു ലോജിക് ഗേറ്റിലേക്കുള്ള 2 ഇൻപുട്ടും ഹൈ ആയാൽ ഔട്ട്പുട്ട് ലോ ആകുന്ന ഗേറ്റ് ഏതാണ്? ഓപ്ഷൻ ഡി നാൻഡ് ഗേറ്റ്. 41-ാമത്തെ ചോദ്യം, ഒരു കോൺവെക്സ് ലെൻസ് അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് തുല്യമായ ഒരു മീഡിയത്തിൽ വെച്ചാൽ അത് എങ്ങനെ മാറും? ഓപ്ഷൻ ഡി പ്ലെയിൻ ഗ്ലാസ് പ്ലേറ്റ്. 42-ാമത്തെ ചോദ്യം, ഒരു ഇന്റർഫെറോമീറ്റർ ചുവന്ന പ്രകാശത്തിന് പകരമായി നീലപ്രകാശം കടത്തിവിട്ടാൽ ഇന്റർഫെറൻസ് പാറ്റേണിന്റെ ബാൻഡ് വിഡ്ത്ത്. ഓപ്ഷൻ സി കുറയുന്നു. 43-ാമത്തെ ചോദ്യം, ഒരു ഹാഫ് വേവ് പ്ലേറ്റ് ഓർഡിനറി കിരണത്തിനും എക്സ്ട്രാ ഓർഡിനറി കിരണത്തിനും തമ്മിൽ ഉണ്ടാകുന്ന ഫേസ് വ്യത്യാസം. ഓപ്ഷൻ ബി 180 ഡിഗ്രി. 44-ാമത്തെ ചോദ്യം, ഏതുതരം പമ്പിംഗ് ആണ് ഹീലിയം നിയോൺ ലേസറിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ഇലക്ട്രിക് ഡിസ്ചാർജ്. 45-ാമത്തെ ചോദ്യം, ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് കണക്കാക്കുക. N1 = 2, N2 = 1. ഓപ്ഷൻ എ √3. 46-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിലെ ഏത് തന്മാത്രയാണ് മൈക്രോവേവ് റൊട്ടേഷണൽ സ്പെക്ട്രം കാണിക്കാത്തത്? ഓപ്ഷൻ ഡി CH4, അതായത് മീഥെയ്ൻ. 47-ാമത്തെ ചോദ്യം, മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഐഡിയൽ ഗ്യാസ് തന്മാത്രയുടെ RMS സ്പീഡ് ആവറേജ് സ്പീഡിന്റെ എത്ര ശതമാനം കൂടുതലായിരിക്കും? ഓപ്ഷൻ സി 9%. 48-ാമത്തെ ചോദ്യം, സെന്റിഗ്രേഡ് സെൽഷ്യസ് സ്കെയിലിൽ 50 ഡിഗ്രി സെൽഷ്യസിന് സമാനമായ ഫാരൻഹീറ്റ് സ്കെയിലിലെ അളവ് എത്രയാണ്? ഓപ്ഷൻ ബി 122 ഡിഗ്രി ഫാരൻഹീറ്റ്.
49ാമത്തെ ചോദ്യം 127 ഡിഗ്രി സെൽഷ്യസിനും 27 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസി എത്രയാണ്? 25%. ഓപ്ഷൻ ബി. 50ാമത്തെ ചോദ്യം ഒരു ബ്ലാക്ക് ബോഡിയുടെ താപനില കൂടുമ്പോൾ അതിന്റെ സ്പെക്ട്രം കുറഞ്ഞ തരംഗ ദൈർഘ്യത്തിലേക്ക് മാറുന്നു എന്ന് കണക്കാക്കുന്ന നിയമം വീൻസ് ഡിസ്പ്ലേസ്മെന്റ് നിയമം. ഓപ്ഷൻ ഡി. 51ാമത്തെ ചോദ്യം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ H ആൽഫ ലൈനിന്റെ തരംഗ ദൈർഘ്യം. ഓപ്ഷൻ സി 650 നാനോമീറ്റർ. 52ാമത്തെ ചോദ്യം ആൽഫ ബീറ്റ ഗാമ കിരണങ്ങളുടെ അയണൈസിംഗ് പവർ തമ്മിലുള്ള ബന്ധം. ഓപ്ഷൻ എ ആൽഫ ഗ്രേറ്റർ ദാൻ ബീറ്റ ഗ്രേറ്റർ ദാൻ ഗാമ. 53ാമത്തെ ചോദ്യം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറിൽ ഉണ്ടാകുന്ന ഫിഷനബിൾ ന്യൂക്ലിയസ്. ഓപ്ഷൻ സി പ്ലൂട്ടോണിയം 239. 54ാമത്തെ ചോദ്യം ഗാമ കിരണത്തിന്റെ ലെപ്റ്റോൺ നമ്പർ എത്രയാണ്? ഓപ്ഷൻ ബി 0. 55ാമത്തെ ചോദ്യം സൂപ്പർ കണ്ടക്ടേഴ്സ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഓപ്ഷൻ എ ഡയാമാഗ്നറ്റിക്. 56ാമത്തെ ചോദ്യം ഒരു ബോഡി സെന്റേർഡ് ക്യൂബിക് ലാറ്റിസിൽ കോഓർഡിനേഷൻ നമ്പർ എത്രയാണ്? ഓപ്ഷൻ ഡി 8. 57ാമത്തെ ചോദ്യം സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിലെ പ്രിൻസിപ്പൽ പ്ലെയിനുകൾ തമ്മിൽ അകലം 2.82 ആംഗ്സ്ട്രോങ് ആണ്. 30 ഡിഗ്രി ഗ്ലേസിംഗ് ആംഗിൾ ഫസ്റ്റ് ഓർഡർ ബ്രാഗ് ഡിഫ്രാക്ഷനിൽ നടക്കുകയാണെങ്കിൽ അതിന് ഉപയോഗിച്ച എക്സ്റേയുടെ തരംഗ ദൈർഘ്യം എത്രയാണ്? ഓപ്ഷൻ സി 2.82 ആംഗ്സ്ട്രോങ്. 58ാമത്തെ ചോദ്യം ഒരു സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ പാക്കിംഗ് ഫാക്ടർ എത്രയാണ്? ഓപ്ഷൻ എ 0.52. 59ാമത്തെ ചോദ്യം 50 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ കൂടി കടന്നു പോകുന്ന ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യം. ഓപ്ഷൻ ബി 1.732 ആംഗ്സ്ട്രോങ്. 60ാമത്തെ ചോദ്യം ഷ്രോഡിഞ്ചർ സമവാക്യം അനുസരിച്ച് ഒരു പെട്ടിയിലെ കണിക പാർട്ടിക്കിളിന്റെ ബോക്സിന്റെ ഊർജത്തിന്റെ സമവാക്യം En is equal to n²h² divided by 8ml². ഓപ്ഷൻ ഡി. 61 ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകളുടെ എണ്ണം 574. 62ാമത്തെ ചോദ്യം നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തിയത്. ഓപ്ഷൻ ബി ഹെൻറി ബെക്വറൽ. 63ാമത്തെ ചോദ്യം തീപ്പെട്ടിയുടെ ക്രിസ്റ്റൽ ഘടന. ഓപ്ഷൻ സി ഓർത്തോറോംബിക്. 64ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഹെട്രോസൈക്ലിക് സംയുക്തം ആണ് പിരിഡിൻ. 65ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിനാണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിംഗ് സാധ്യമാവുന്നത്? ഓർത്തോനൈട്രോഫീനോൾ. ഓപ്ഷൻ എ. 66ാമത്തെ ചോദ്യം ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ്. ഓപ്ഷൻ സി ഹൈഡ്രോഫ്ലോറിക് ആസിഡ്. 67 ക്ലോറോഫോം സിൽവർ പൗഡറുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം. ഓപ്ഷൻ എ അസെറ്റലിൻ. ഒരു SN1 രാസപ്രവർത്തനത്തിൽ ന്യൂക്ലിയോഫൈലിന്റെ ഗാഢത ഇരട്ടിയാക്കിയാൽ രാസപ്രവർത്തനത്തിന്റെ നിരക്ക്. ഓപ്ഷൻ ഡി മാറ്റം സംഭവിക്കില്ല. 69 റെസൊല്യൂഷൻ നടത്തുവാൻ ഏറ്റവും നല്ല മാർഗം. ഓപ്ഷൻ ബി കെമിക്കൽ മെത്തേഡ്. 70ാമത്തെ ചോദ്യം കെമിക്കൽ ട്വിൻസ് എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ. ഓപ്ഷൻ എ സിർക്കോണിയം ആൻഡ് ഹാഫ്നിയം. 71 ഒരു അറ്റോമിക് ഓർബിറ്റലിലെ ഇലക്ട്രോണിനെ തിരിച്ചറിയുവാൻ ഉപയോഗിക്കുന്ന ക്വാണ്ടം നമ്പർ. ഓപ്ഷൻ ഡി സ്പിൻ ക്വാണ്ടം നമ്പർ. 72ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പ്രവർത്തനത്തിലാണ് എൻട്രോപ്പി കൂടുന്നത്? ഓപ്ഷൻ ബി മുട്ട പുഴുങ്ങുമ്പോൾ. 73ാമത്തെ ചോദ്യം പേപ്പർ ക്രൊമാറ്റോഗ്രഫിയിൽ സ്റ്റേഷനറി ഫേസ് ഡാഷ് ആണ്. ഓപ്ഷൻ എ ദ്രാവകം. 74ാമത്തെ ചോദ്യം പ്രൊപ്പിലിന് എഥിലീനേക്കാൾ കൂടുതൽ സ്ഥിരത ഉണ്ടാകാൻ കാരണം. ഓപ്ഷൻ ഡി ഹൈപ്പർ കോൺജുഗേഷൻ. 75ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ. ഓപ്ഷൻ സി. 76ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഉത്പാദനത്തിന് വിധേയമാകുന്ന പദാർത്ഥമാണ്. ഓപ്ഷൻ എ നാഫ്തലിൻ. 77ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് പദാർത്ഥത്തിനാണ് വാൻ ഹോ ഫാക്ടർ ഏറ്റവും കൂടുതൽ? ഓപ്ഷൻ സി ആണ് ഉത്തരം പൊട്ടാസ്യം ഫെറോസയനേറ്റ്. 78ാമത്തെ ചോദ്യം താഴെ പറയുന്ന രാസപ്രവർത്തനത്തിന്റെ ഓർഡർ എത്രയാണ്? ഓപ്ഷൻ ബി 1. 79 ഒരു അറ്റോമിക് ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2ആയി നിജപ്പെടുത്തിയിരിക്കുന്ന നിയമം. ഓപ്ഷൻ എ പോളസ് തിരസ്കരണ നിയമം, അതായത് പോളസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. 80ാമത്തെ ചോദ്യം ഒരു രാസപ്രവർത്തനത്തിന്റെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 30 കിലോ ജൂൾ പെർ മോൾ, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു 100 ജൂൾ പെർ കിലോഗ്രാം പെർ മോൾ 100 ജൂൾ കെൽവിൻ പെർ മോൾ ആണെങ്കിൽ ആ രാസപ്രവർത്തനം സന്തുലിതാവസ്ഥ പ്രാപിക്കുന്ന ഊഷ്മാവ്. ഓപ്ഷൻ ഡി 300 കെൽവിൻ. 81ാമത്തെ ചോദ്യം ഗ്രിഗ്നാർഡ് റിയേജൻ ഒരു ഡാഷ് ആണ്. ഓപ്ഷൻ എ ബേസ്. 82ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് മോളിക്കുലാർ ക്രിസ്റ്റൽ? ഓപ്ഷൻ സി ഐസ്.
83-ാമത്തെ ചോദ്യം ലീച്ചിങ് വഴി സാന്ദ്രീകരിക്കുന്ന അയിര് ഓപ്ഷൻ ബി ബോക്സൈറ്റ്. 84 50 മില്ലിലിറ്റർ പി എച്ച് ഇസ് ഈക്വൽ ടു 1 ഉള്ള ലായനിയും 50 മില്ലിലിറ്റർ പി എച്ച് ഇസ് ഈക്വൽ ടു 2 ഉള്ള ലായനിയും തമ്മിൽ കലർത്തുമ്പോൾ ഉണ്ടാവുന്ന ലായനിയുടെ പി എച്ച് ഓപ്ഷൻ ഡി 1.26. 85 പ്രകാശവേഗത്തിന്റെ 10-1 വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ദി ബ്രോഗ്ലി തരംഗ ദൈർഘ്യം ഓപ്ഷൻ എ 2.4 × 10⁻⁻11 മീറ്റർ. 86 20 ml 0.5 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ലായനിയും 30 ml 0.3 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ലായനിയും തമ്മിൽ കൂട്ടിക്കലർത്തിയാൽ കിട്ടുന്ന ലായനിയുടെ മൊളാരിറ്റി ഓപ്ഷൻ സി 0.38 മോളാർ എം. 87 താഴെ പറയുന്നവയിൽ ഏറ്റവും ശക്തിയേറിയ നിരോക്സികാരി ഓപ്ഷൻ ബി H3PO2. 88 XeF2 എന്ന സംയുക്തത്തിൽ Xe-ന്റെ ഹൈബ്രിഡൈസേഷൻ ഡാഷ് ആണ് ഓപ്ഷൻ സി sp3d. 89 സിമെന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കുന്നതിന് സിമെന്റ് നിർമ്മാണ സമയത്ത് ചേർക്കുന്ന സംയുക്തം ഓപ്ഷൻ ഡി ജിപ്സം. 90 കാർബൺ മോണോക്സൈഡ് തന്മാത്രയുടെ ബോണ്ട് ഓർഡർ ഓപ്ഷൻ ബി 3. മഴവെള്ളത്തിന്റെ ആസിഡ് സ്വഭാവത്തിന് കാരണമാവുന്ന വാതകം ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. 92 സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന എൻസൈം ഡയാസ്റ്റേസ് ഓപ്ഷൻ ബി. 93 താഴെ പറയുന്നവയിൽ ഏത് ലായനിക്കാണ് ഏറ്റവും ഉയർന്ന തിളനില ഉള്ളത് ഓപ്ഷൻ സി. 94 നിയോപ്രീൻ പോളിമറിന്റെ മോണോമർ ആണ് ക്ലോറോപ്രീൻ. 95 പൈറീൻ എന്നത് ഡാഷ് ആണ് അഗ്നിശമനി. 96 ബെൻസീൻ കാർബൺ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവയുടെ തിയററ്റിക്കൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം യഥാക്രമം ഓപ്ഷൻ ബി ആണ് 30, 4, 3. 97 10⁻⁻8 മോളാർ HCl ലായനിയുടെ പി എച്ച് ഓപ്ഷൻ സി 7 താഴെ. 98 H2+I2 gives 2HI എന്ന രാസപ്രവർത്തനത്തിന്റെ Kc is equal to 49 ആണെങ്കിൽ HI gives half of H2 plus half of I2 എന്ന രാസപ്രവർത്തനത്തിന്റെ Kc എത്രയായിരിക്കും ഓപ്ഷൻ ഡി 1/7. 99-ാമത്തെ ചോദ്യം ഡ്രൈ സെല്ലിന്റെ ആനോഡ് ഡാഷ് ആണ് ഓപ്ഷൻ എ സിങ്ക്. 100-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏറ്റവും ശക്തിയേറിയ നിരോക്സികാരി ഓപ്ഷൻ ബി ലിഥിയം. ഇപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആൻസറിന്റെ ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു ചില ക്വസ്റ്റ്യൻസ് ചിലപ്പം ഓപ്ഷൻ തന്നെ ശരിയായ ഉത്തരം തന്നെ ഓപ്ഷനിൽ ഇല്ലാത്ത കേസസ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ PSC അവസാനം നൽകിയ ഉത്തരമാണ് ഞാനിവിടെ ആൻസർ കീ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കമ്മിങ് വീഡിയോസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.